ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദേവയാനി ചരിതം. എങ്കിലോ ദേവാസുര യുദ്ധമുണ്ടായി മുന്നം സങ്കടം തീർത്തു ജയമുണ്ടാവാൻ അവർക്കന്നാൾ. ദേവകൾ ബൃഹസ്പതിയെ തന്നെ ആചാര്യനാക്കി ദേവവൈരികൾ ശുക്രൻ തന്നെയും കൈക്കൊണ്ടാർ പോൽ. ദേവകളോട് പോരിൽ മരിക്കും അസുരരെ ജീവിപ്പിച്ചിടുമല്ലോ ശുക്രനാ മുനിവരൻ. ജീവനും ദേവകൾക്കു ജീവൻ ഉണ്ടാക്കപ്പോക ദേവകൾ അതുമൂലം തോറ്റാരെന്നറിഞ്ഞാലും മൃതസഞ്ജീവിനിയാം വിദ്യയുണ്ടല്ലോ ശുക്രൻ. അതിനുള്ള ഉപദേശമില്ല ദേവാചാര്യനോ. അന്നു ദേവകൾ ഗുരുതന്നുടെ സുതന്മാരിൽ മുന്നവനായ കഥൻ തന്നോട് ചൊന്നാരല്ലോ, ചെന്നു നീ പഠിക്കണം ശുക്രന്റെ വിദ്യയെന്നാൽ അന്നൊടിഞ്ഞില്ല ജയം നമുക്കെന്നറിഞ്ഞാലും. അമ്മുനിയുടെ മകൾ ദേവയാനിയെ നന്നായി സമ്മാനിച്ചരികെ പുക്കിയിടുക മടിയാതെ. തന്മകൾ ചൊന്നതൊഴിഞ്ഞമ്മുനി കേൾക്കയില്ല, നിർമ്മലയായ വിദ്യ പഠിക്കാമെന്നാലിടൂ. കജനും അതു കേട്ട് വിഷപർവാകുന്നോരസുരാധിപൻ തന്റെ നഗരമകമ്പുക്കാൻ ശുക്രനെ ചെന്ന് കണ്ടു വന്ദിച്ചു. മുനീന്ദ്രനും കൈക്കൊണ്ടു വിദ്യകളും നന്നായി പഠിപ്പിച്ചു. ശുക്രനും ദേവയാനിയാകിയ കുമാരിക്കും ഉൾക്കാമ്പു തെളിയുമാറിരുന്നാൻ അവൻ താനും. ദേവയാനിക്കു വേണ്ടും ഓരോരോ പരികർമ്മം ഏതുമേ മടിയാതെ ചെയ്തിടും കജൻ താനും. അവൾക്കും അതുമൂലം കജനിൽ ഒരു നാളും ഇളക്കം വരാതൊരു രാഗവും ഉണ്ടായി വന്നു. കന്യകതാനും ബ്രഹ്മചാരിയാം കജനുമായി നന്നായി രമിച്ചു വാണിടിനാർ നിരന്തരം. കാനനം തോറും പശുവൃന്ദത്തെ മേച്ചു പിന്നെ നാനാപുഷ്പങ്ങൾ പുല്ലും സമിതാദികളെല്ലാം കൊണ്ടുവന്നിടും അവൻ. മിണ്ടാതെ ഇരിക്കുമ്പോൾ കണ്ടിക്കാർ കുടലിയാം ദേവയാനിയുമായി കണ്ട കാനനം തോറും നടന്നു കളിച്ചിടും. കുണ്ഠത കൂടാതെ തൻ വിദ്യയും പഠിച്ചിടും. യൗവനം ഇരുവർക്കും ആരംഭിച്ചിരിക്കുന്നു. ദിവ്യത്വമുണ്ടാകയാൽ വൃത്തിയും രക്ഷിച്ചിടും. വേണുനാദങ്ങളോടും താളങ്ങൾ മേളങ്ങളും വീണവായന നല്ല വക്രോക്തി വിശേഷവും വ്യംഗ്യങ്ങൾ പലതരം ധ്വനികൾ ഇവയെല്ലാം മംഗലമാകും വണ്ണം നന്നായി പറയുകയും അന്യോന്യം കളിച്ചവരിരുന്നാർ പലകാലം. കന്യകതാനും ബ്രഹ്മചാരിയും പിരിയാതെ ആടിയിടുന്നവനിലും പാടിയിടുന്നവനിലും ഗൂഢമാം നാരി വൃത്തം മറയ്ക്കുന്നവനിലും ഇഷ്ടമായുള്ള വസ്തു കൊടുക്കുന്നവനിലും ഇഷ്ടമായതു തന്നെ പറയുന്നവനിലും കണ്ഠഭൂഷണമെല്ലാം അണിയുന്നവനിലും കണ്ടാൽ